മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കോടികൾ തട്ടിയെന്ന് പരാതി. മക്കരപ്പറമ്പ് ഡിവിഷൻ മുസ്ലിം ലീഗ് അംഗം TP ഹാരിസിനെതിരെയാണ് പരാതി. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്ത് 25 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം ഉയരുന്നത്. ജില്ലാ പഞ്ചായത്തിലെ പദ്ധതി വിഹിതങ്ങൾക്ക് ഫണ്ട് വേണമെന്നും ആ ഫണ്ട് കൊടുത്താൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞിട്ട് ഏകദേശം 200-ൽ പരം ആളുകളിൽ നിന്ന് 25 കോടി രൂപയിൽ പരം പണം തട്ടിയിട്ടുണ്ട്. ഈ ആൾ 5 വർഷത്തെ ലീവിന് അപേക്ഷിച്ചിട്ടുണ്ട് സ്കൂളിൽ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ആൾ ദുബായിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്കിത് അറിയാൻ കഴിഞ്ഞത് ഇനി ആൾ കാനഡ പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ അങ്ങനെ ഈ ലാഭവിഹിതത്തിന് വേണ്ടി കൊണ്ടേ കൊടുത്തൊന്നല്ല, ശരിക്കും നമ്മൾ സ്വാധീനിച്ച് കൃത്യമായി നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്താണ്. ഇനിയൊരു ഹാരിസ് ഉണ്ടാവരുത്, ഇത്ര വിശ്വസിച്ച് ചതിക്കണ അല്ലെങ്കിൽ ഇങ്ങനത്തെ പറ്റിച്ചു പോകുന്ന ഒരു ഹാരിസിന് ഉണ്ടാവരുത്. 200-ലധികം ആളുകൾ തട്ടിപ്പിനിരയായി. നിക്ഷേപകർ മലപ്പുറം SP-ക്ക് പരാതി നൽകി. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തട്ടിപ്പിനിരയായവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഖില, ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ജില്ലാ പഞ്ചായത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ആ വികസന പദ്ധതികൾ എല്ലാം ഈ നടപ്പാക്കുന്നത് ഈ ഹാരിസിൻ്റെ നിയന്ത്രണത്തിലുള്ള ചില ഏജൻസികളാണ് എന്ന് ധരിപ്പിച്ചാണ്. അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം ഈ TP ഹാരിസ് ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്നുള്ള രീതിയിലും ലീഗ് നേതാക്കന്മാരുടെ അറിവോടുകൂടി അല്ലെങ്കിൽ അവരുടെ എല്ലാം അനുവാദത്തോടു കൂടി നടത്തിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പണസമാഹരണം എന്ന് തന്നെയാണ് ഈ പരാതിപ്പെട്ടവരിൽ നിന്ന് പലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികളായ സ്കൂളുകൾക്കുള്ള ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ആശുപത്രികൾക്ക് ഡയാലിസിസ് യൂണിറ്റ്, ഡെസ്ക്, ബെഞ്ച് എന്നിവ സ്കൂളുകളിലേക്ക് നൽകുന്നു. ഇവയെല്ലാം വിവിധ ഏജൻസികളാണ് നൽകുന്നത്. അതിനുള്ള ടെൻഡർ വിളിക്കും. ആ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുക നൽകിയിട്ടുള്ള കമ്പനികൾക്ക് ഇവ വിതരണം ചെയ്യാനുള്ള ചുമതലയും നൽകും. എന്നാൽ ഇത്തരത്തിലുള്ള ചുമതലകളെല്ലാം നൽകുന്ന ഹാരിസിന്റെ നിയന്ത്രണത്തിലുള്ള ചില ഏജൻസികൾക്ക് മാത്രമാണ്. അങ്ങനെ വിവിധ പദ്ധതികൾ ഈ ഏജൻസികൾക്ക് നൽകുകയും അതുവഴി വലിയ തുക ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുമാണ് ഈ പുറത്ത് പലരിൽ നിന്നുമായി ഈ തുക സമാഹരിച്ചിട്ടുള്ളത്. ഏകദേശം 20 കോടി രൂപയാണ് ഇപ്പോൾ സമാഹരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയും പേർ 200-ലധികം പേരിൽ നിന്നാണ് ഇത്രയും പണവും സ്വരൂപിച്ചത്. ഇതിൽ 6 പേരാണ് ഇന്നിപ്പോൾ മലപ്പുറം SP-ക്ക് പരാതി നൽകിയത്. അവരിൽ നിന്ന് മാത്രം ഏകദേശം 2.5 കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇയാളിൽ നിന്ന് ഇതിന്റെ ലാഭവിഹിതം ലഭിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇയാൾ നിൽക്കാതെ സ്കൂളിൽ നിന്ന് അവധിയെടുത്ത് വിദേശത്തേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ പരാതി വന്നിട്ടുള്ളത്. ആ പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SP അതിനെക്കുറിച്ച് അന്വേഷണവും ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു മുസ്ലിം ലീഗ് അംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ തോതിലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുന്നുണ്ട്. ഇതിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. വലിയ പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനും എല്ലാം ഇടയാക്കുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഇയാളെ പുറത്താക്കിയിരുന്നു. മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് ഈ TP ഹാരിസ്. TP ഹാരിസ് വലിയ തട്ടിപ്പ് നടത്തിയെന്ന് മുസ്ലിം ലീഗിന്റെ തന്നെ ഒരു അന്വേഷണ കമ്മീഷൻ പരിശോധിച്ച് കണ്ടെത്തിയ ഇയാളെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പണം നഷ്ടപ്പെട്ടവർ മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ്, മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലുള്ളവർ തന്നെയാണ്. അവർ ഇപ്പോൾ പരാതിയുമായി ജില്ലാ പോലീസ് മേധാവിയെ കൂടി സമീപിച്ചിരിക്കുകയാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം. അഖില, മുസ്ലിം ലീഗ് കൗൺസിലർക്കെതിരെയാണ് ഇപ്പോൾ തട്ടിപ്പ് പരാതി ഉയർന്നിരിക്കുന്നത്. 200-ലധികം ആളുകൾ തട്ടിപ്പിനിരയായി എന്നാണ് വരുന്ന വാർത്ത. നിക്ഷേപകർ മലപ്പുറം SP-ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.